ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? നമ്മൾക്കിവിടെ സുഖമാണ് കേട്ടോ. നമുക്കിന്നൊരു ചക്ക പൊരിച്ചത് ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കണ മാതിരിയാണ്. അപ്പം ഒരു 3 സ്പൂണ് മൈദ ഇട്ടിരിക്കുന്നു. അതേമാതിരി ഒരു 3 സ്പൂൺ അരിപ്പൊടി ഇട്ട്, ഇത്തിരി അപ്പക്കാരിട്ട്, ഉപ്പും ഇട്ട്, ഇനി നമുക്ക് വന്ന് 1 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടൊന്ന് കലക്കിയെടുക്കട്ടോ. നമുക്കിതൊന്ന് പാകമാക്കി കലക്കിയെടുക്കട്ടോ. കുറച്ചുണ്ടാക്കുന്നുള്ളൂ, ചക്ക അത് തോന്നുന്നുണ്ട്, പക്ഷെ നമ്മൾ ലേശം ഉണ്ടാക്കുന്നുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചക്ക നമ്മളിങ്ങനെ പഴംപൊരി ഉണ്ടാക്കുന്ന അരി മാവ് ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കി പൊരിച്ചാൽ നല്ല ടേസ്റ്റായിട്ടുണ്ടാവും കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതിന് 1 സ്പൂണും കൂടെ അരിപ്പൊടി ഇട്ട്, അരിപ്പൊടി ലേശം കുറവ് കഴിഞ്ഞപ്പോൾ 1 സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് പാകമാക്കി കലക്കിയെടുക്കട്ടോ. പാകമായി. നമുക്ക് ചക്കൊന്ന് ചീന്തിയിട്ടെടുത്തേക്കാം. അപ്പം നമുക്ക് ചീനച്ചട്ടി ഒന്ന് അടുപ്പത്ത് വെക്കാം. അന്ന് നല്ലോണം ചൂടായി വരട്ടെ കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മൾ ചീനച്ചട്ടി വെള്ളമൊക്കെ വറ്റി നമുക്ക് ഓയിലാണ് കേട്ടോ. ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഞാൻ തിളച്ച് വെക്കാം കേട്ടോ. നമുക്ക് ചക്ക അതിൽ കീറിയിട്ടൊന്ന് പൊരിച്ചെടുക്കാം. പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി തന്നെയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ പൊരിച്ചാൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബ് വളരെ കുറവാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മളെ ചക്കക്കഥ പൊരിക്കാനിട്ടുണ്ട്, ഒന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ. ചക്ക നമുക്ക് പൊരിക്കാനുണ്ട് കേട്ടോ. നമ്മൾ ചക്ക ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഉണ്ടാക്കുമ്പോൾ കറണ്ട് പോയിട്ടോ, അതാണ് വെളിച്ചത്തിൻ്റെ ഒരു കുറവുമായിട്ട്. നമുക്കതൊന്ന് മൂത്ത് വന്നാൽ കോരിയെടുക്കട്ടോ. അതൊക്കെ നമുക്ക് കൂടി പിടിച്ചിങ്ങനൊക്കെ നടത്തിയെടുത്താൽ മതി കേട്ടോ. നമ്മളെ ചക്ക ഇവിടെ പൊരിച്ച് കഴിയാനായി. നമുക്ക് അതും കൂടെ ഒന്ന് പൊരിച്ചിട്ട് പൊരിയെടുക്കാം. ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.